മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ തീവ്രവാദി സംഘടനകൾ ഇവിടെ വളർന്നേനെ. അതില്ലാതിരിക്കുന്നതും വളരാതിരിക്കുന്നതിൻ്റെ കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി, ഒരു സംഘടന ഇവിടെ ഉള്ളതുകൊണ്ടാണ്. മുസ്ലിം ലീഗ് എന്ന് ഞാൻ പറഞ്ഞാൽ അവർ വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ തീവ്രവാദികൾ ഇവിടെ വളരാതിരിക്കുന്നത്. അപ്പോൾ അവരോട് സഹകരിക്കും, മുസ്ലിം ലീഗിനോട് സഹകരിക്കുന്നതിന് കുഴപ്പം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ പാലായിലാണ്. പാലായുടെ ബഹുമാനപ്പെട്ട MLA മാണി സി കാപ്പൻ സാറിൻ്റെ ഭവനത്തിലാണ്. ഇന്ന് സാറിനെ കാണാനായിട്ട് വന്നതാണ്. തൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഈ തവണത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒന്ന് വിലയിരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നത് നന്ദി അറിയിക്കുന്നു. സാറേ, ഈ തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കി കാണുന്നു? 2026 തെരഞ്ഞെടുപ്പ് പാലായിൽ ഒരു ഈസി വാക്ക് ഓവറായിരിക്കും. കേരളത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വാക്ക് ഓവറായിരിക്കും. കാരണം അതുപോലെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. പിണറായി ഭരണത്തോട് ജനം അത്രയേറെ വെറുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു മാറ്റം അതിനുവേണ്ടി ജനം ആഗ്രഹിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേക കാര്യം. ഈ 9 വർഷത്തെ LDFൻ്റെ ഭരണം, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം, ആ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? UDF പ്രധാനമായിട്ട് എന്ത് ആരോപണങ്ങളാണ് ഈ ഭരണത്തിനെതിരെ ഉന്നയിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത് 2 ഘട്ടങ്ങളായി വേണം ഇതിനെ കാണാൻ. പിണറായി വിജയൻ്റെ ആദ്യത്തെ 5 വർഷവും രണ്ടാമത് വരുന്ന 5 വർഷവും 2-2 വേണം കണക്കൂട്ടാൻ. ആദ്യത്തെ 5 വർഷത്തിൽ പല അപകടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ കവർ ചെയ്ത് പോകത്തക്ക രീതിയിൽ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ജനങ്ങളെ കരുതലോടുകൂടി കരുതിയ ഒരു ഗവൺമെൻറ്. അവർക്ക് കിറ്റ് കൊടുത്തു, റേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തു. ആ കോവിഡ് കാലത്ത് ശൈലജ ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ ജനം വളരെ വാല്യബിളായിട്ടുള്ളതാണ് കണ്ടത്. അതുകൊണ്ട് അതൊരു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രോ പിണറായി തിരഞ്ഞെടുപ്പായിരുന്നു. ഇത് പിണറായിസത്തിനെതിരെയുള്ള തിരഞ്ഞെടുപ്പാണ്. കാരണം ഇവിടെ അഴിമതികൾ കണ്ടമാനമാണ്. എല്ലാ ഭാഗത്തും അഴിമതി, അനീതി. അത് 4 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പോയിരുന്ന മുഖ്യമന്ത്രി 42 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പോകാൻ തുടങ്ങി. ഒരു രാജഭരണം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ എല്ലാ അഴിമതി വന്നാലും ഒരു പ്രശ്നവുമില്ല. എന്തൊക്കെ അഴിമതി വന്നു? ശബരിമല. അല്ല, ഈ അഴിമതി എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് അഴിമതി നടന്നതെന്നും കൂടെ ഒന്ന് പറയുമായിരുന്നതായിരുന്നു. ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അഴിമതി നടന്നിട്ടുള്ളൂ. ഏതെങ്കിലും അഴിമതി എടുക്കാത്തുണ്ടോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അല്ല, അത് എടുത്തു പറയാനായിട്ട് സാധിക്കുമോ? ഏതൊക്കെയാ കാര്യങ്ങൾ എടുത്തു പറയാൻ 1 by 1 ആയിട്ട് പറയാൻ നമ്മൾ എന്നിട്ട് 4 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക് അത് വ്യക്തമായി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ൂടെയും കാണുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകൾ അവിടെയുള്ളത്. ഇനി വീണ്ടും ഇത് പറയേണ്ട കാര്യമില്ല. അവരെല്ലാം ഓൾറെഡി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു ജനം. പക്ഷെ അവസാനം വന്ന ശബരിമല കൊള്ള ഇന്നലെ മനോരമ ന്യൂസാണ് തോന്നുന്നു വെളിവിട്ടത്. ഇപ്പോൾ അവിടെ ഉള്ള കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ പേര് പോലും 10-15 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റാണ്. ഏതാ കോമ്പൗണ്ടിലുള്ള ബാങ്കുകൾ. അപ്പോൾ ഇനി അഴിമതിയെപ്പറ്റി പറയണോ? അപ്പോൾ ഈ തവണ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അനായാസ വിജയം നേടും. സാർ, ഈ പാലായിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സാർ, ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടുത്തെ MLA എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു, പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു. ഈ 2 പ്രാവശ്യം സാറ് ഈ പാലായിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വിവരിക്കാമോ? ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഞാൻ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. അതെ, ആ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ 140 കോടി രൂപയുടെ വികസനം 18 മാസം കൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിലെല്ലാം തന്നെ പൂർത്തിയാക്കാനും കഴിഞ്ഞു. ചിലത് ഭാഗികമായി മാണി സാർ തുടങ്ങി വെച്ച ബൈപ്പാസ് റോഡ്, ആ ബൈപ്പാസ് റോഡിൻ്റെ അറ്റം കുപ്പിക്കഴുത്ത് പോലെയായിരുന്നു. കുറേ ഭാഗത്ത് വീതിയില്ല. അങ്ങനെ സ്ഥലമെടുക്കുന്നതിനുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് അങ്ങ് RV ജംഗ്ഷൻ കഴിയുന്നിടം വരെ, അങ്ങ് മരിയൻ സെൻറ്ററിൻ്റെ ഇടം വരെ സുഗമമായി ബൈപ്പാസ് റെഡിയാക്കി. അപ്പോൾ ലാസ്റ്റ് ഒരു ബിൽഡിങ്ങിന് കാശ് കൊടുക്കണം, അതിന് കാശില്ല. 10 കോടി 10 ലക്ഷം രൂപ തന്നിരുന്നത് തീർന്നു.
ബാക്കി പണം തരാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഒരു റിവർ റോഡ് സാറിൻ്റെ കാലത്ത് പണി തുടങ്ങിയതാണ്. അത് അനാഥപ്രേതം പോലെ ഇനിയൊരു 100 മീറ്ററോട് പണിതാൽ മതി, അത് തീരും. പക്ഷേ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി. ഒരു കുഞ്ഞു ഹോട്ടലുണ്ടായിരുന്നു 2 സെൻറ്റിൻ്റെ. അയാൾക്ക് 58 ലക്ഷം രൂപ കൊടുക്കാൻ കോടതി വിധിച്ചു. ആ കാശ് കൊടുക്കുന്നില്ല. ആ കൊടുക്കാതിരുന്നുകൊണ്ട് ആ പണിയും പൂർത്തിയാകുന്നില്ല. ഇല്ലിക്കല്ലും ഇലവിഴ പൂഞ്ചിറയും 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഞാനായിട്ടുണ്ടാക്കി. ഇപ്പം 3000 അടി ഹൈറ്റുള്ള സ്ഥലം, ആയിരക്കണക്കിന് ആളുകൾ വരുന്നത്. അതിലെ ഇലവിഴ പൂഞ്ചിറയുടെ പ്രത്യേകത സൺറൈസും സൺസെറ്റും കാണാം. വെളുപ്പിന് 4:30 മുതൽ അവിടെ ആളാം, എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് അവിടെ ഒരു DTPCയുടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും മറ്റ് സൗകര്യങ്ങളും കൂടെ കൊടുത്തിരുന്നെങ്കിൽ, ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അതൊരു വൻ പ്രസ്ഥാനമായി മാറിപ്പോയേനെ. അതുപോലെ വാഗമണ്ണിൽ നിന്നൊരു കണക്ടിവിറ്റി ഇങ്ങോട്ട് 11 കിലോമീറ്റർ ഉള്ളൂ വാഗമണ്ണിൽ നിന്ന്. വാഗമണ്ണ് പോലെ തന്നെ സൗന്ദര്യമുള്ള സ്ഥലമായത്. അപ്പോൾ അതവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, ചെയ്തില്ല മനഃപൂർവ്വം. പാലായുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഭരണകക്ഷിപ്പെട്ട ഒരാൾ തന്നെ നിൽക്കുക. അവരുടെ കയ്യിലിരുന്ന വകുപ്പിലാണ് അരുണാപുരം റെഗുലേറ്റർ കം പിടിച്ചു. ഈ പാലായിലെ കുടിവെള്ള ക്ഷാമത്തിനും കാർഷിക മേഖലയിലുള്ള കാര്യത്തിനുമൊക്കെ ഒരുപാട് സഹായകരമാകാമായിരുന്ന ഒരു സംഭവം. അത് 19,87,00,000 രൂപയ്ക്ക് ടെൻഡർ ചെയ്യാൻ തീരുമാനമായതാണ്. ഞാൻ സബ്ജക്ട് കമ്മിറ്റിയിലുള്ള 2020 മീറ്റിങ്ങിൽ അത് തൊട്ടിട്ടില്ല. ആ ഫയലോടെ ഫ്രീസ് ചെയ്തു. മാണിസാറുള്ളപ്പം പണിതിട്ട ഒരു പാലം 14 വർഷമായിട്ട് അപ്രോച്ച് റോഡില്ലാതെ ആരും പാലം പണിയുണ്ട്. അങ്ങനെ ഒരെണ്ണം പണിതിട്ടു. അതുപോലെ മൂന്നിലോ പഞ്ചായത്തിലെ SC/ST മാത്രം താമസിക്കുന്ന മേഖല, അവിടെ ഒരു കടപുഴ പാലം ഇടിഞ്ഞുപോയി 4 വർഷം മുമ്പ്, വെള്ളപ്പാച്ചില്ല. പകരം ഒരു പാലം പണിയാൻ ഗവൺമെൻറ് കാശില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു പാലം വേറൊരെണ്ണം എനിക്ക് തന്നിട്ടുണ്ട് 3,80,00,000 രൂപയ്ക്ക്, ചില്ലച്ചി പാലം, ഇതേ പഞ്ചായത്തിൽ. അതിന് അപ്രോച്ച് റോഡ് കിട്ടായിരുന്നുണ്ട്. ആ പാലം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ആ പണം ഇങ്ങോട്ട് മാറ്റി തരണമെന്ന് പറഞ്ഞു. അതിന് പോലും ഇവർ തയ്യാറായില്ല. ഈ അന്തിനാട് മേലുകാവ് റോഡ് BMNBC ആണ്. അത് BMBC റോഡ് ഓരോ 5 വർഷവും വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതും ചെയ്തിട്ടില്ല. അതൊക്കെ പാച്ച് വർക്ക് മാത്രം ചെയ്തുകൊണ്ട് പോകുന്നു. ഓവർലേ ചെയ്യേണ്ടത് ചെയ്യാതെ പാച്ച് വർക്ക് മാത്രം ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ സാറ് ഈ 5 വർഷത്തെ ഈ പ്രവർത്തനം കൊണ്ട് ഏകദേശം എത്ര കോടി രൂപയുടെ വികസനം ഈ പാലാ നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടാവും? ആ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് എന്നാലും പ്രതിപക്ഷത്തായിരുന്നാലും ഏതാണ്ട് 100 കോടി രൂപയുടെ വികസനം വന്നിട്ടുണ്ട്. അതിൽ 6 കോടി MLA ഫണ്ടാണ്. 6-5-30 കോടി അത് വരും. 1 രൂപ പോലും പാഴാക്കാതെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ വകുപ്പിൽ നിന്നുള്ള CPIയുടെ വകുപ്പിൽ ഏത് നമ്മൾ ചോദിച്ചാലും അവർ ചെയ്തു തരും. അങ്ങനെ ഫ്ലഡിൻ്റെ ഫണ്ട് വന്നിട്ടുണ്ട്, മറ്റേ സിവിൽ സ്റ്റേഷൻസ് വന്നിട്ടുണ്ട്, പിന്നെ മറ്റേ വില്ലേജ് ഓഫീസുകൾ, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ പലത് വന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിൽ നിന്നും 6 സ്കൂളിന് 9 കോടി രൂപ അനുവദിച്ചു. അങ്ങനെയൊക്കെയാണ് 100 കോടി രൂപ. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് സാറ് പറയുന്നത് ഈ പാലാ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 100 കോടി രൂപയിലധികം വികസനങ്ങൾ 245 കോടി 7 വർഷം കൊണ്ട് 245 കോടി രൂപയുടെ വികസനങ്ങളാണ് ഈ പാലാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ UDFന് ഒരു വലിയ വിജയ പ്രതീക്ഷയാണ് ഈ പാലാ നിയോജക മണ്ഡലത്തിൽ എന്നാണ് സാറിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സാറേ, ഈ പാലാ മുനിസിപ്പാലിറ്റിയായി ബന്ധപ്പെട്ട് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ വലിയ ഒരു വിവാദങ്ങളുണ്ടായില്ല. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഭൂരിപക്ഷത്തിലേക്ക് വന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താ സാർ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റിബൽസ് ഉണ്ടായിരുന്നു പലയിടത്തും. UDFൻ്റെ പല വാർഡുകളിലും റിബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ ആ റിബൽ സ്ഥാനാർത്ഥികൾ ഞാൻ വരുമ്പോഴത്തേനും അത് എനിക്കുള്ളത് വോട്ടായിട്ട് മാറും. UDF ഒറ്റക്കെട്ടായി നിൽക്കും, ടീം UDF നിൽക്കുമ്പോൾ ആ വോട്ടുകളെല്ലാം വരും. പക്ഷേ ലോക്കലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമുള്ള ആളുകൾ അവരൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ വോട്ടല്ല. പാലായെ സംബന്ധിച്ചിടത്തോളം ഈ മലബാർ മേഖലകളിലോട്ടൊക്കെ പൊളിറ്റിക്കൽ വോട്ടുകളാണ്. ഇത് പൊളിറ്റിക്കൽ വോട്ടല്ല. സെൻട്രൽ ടൗണിൽ പ്രത്യേകിച്ചും പാല. സാറേ, ഹൈറേഞ്ച് മുതലുള്ള വണ്ടികളൊക്കെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന വണ്ടി ആ ബൈപ്പാസ് വഴിയാണ് കോട്ടയത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ബൈപ്പാസിൻ്റെ ഏറ്റവും അങ്ങേയറ്റം മരീനിൻ്റെ അടുത്തുള്ള ആ ഒരു വീടിൻ്റെ ഒരു പ്രശ്നം അതൊന്ന് പരിഹരിക്കാത്തതുകൊണ്ട് ആ ഒരു വളവിൽ വണ്ടിയൊക്കെ കുറേ സമയം എടുക്കുന്നുണ്ട്. അതൊന്ന് പരിഹരിക്കാൻ പറ്റുന്ന 10 കോടി 10 ലക്ഷം രൂപയാണ് പിണറായി വിജയൻ ഇതിനായിട്ട് അനുവദിച്ചത് ബൈപ്പാസ് പൂർത്തിയാക്കാൻ. ആ 10 കോടി 10 ലക്ഷം രൂപ കൊണ്ട് മരിയൻ സെൻറ്റർ വരെയുള്ള ഭാഗം തീർന്നു. പിന്നെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞൊരു വീടിൻ്റെ കാര്യം നിങ്ങൾ പറയുന്നത്, ആ വീട്ടുടമയായിട്ടൊരു കേസുണ്ടായിരുന്നു. കോടതിയുടെ വിധി വന്നു പണം കൊടുക്കാൻ. പക്ഷെ 3-4 കോടി രൂപ കൊടുക്കാനുള്ള ഗവൺമെൻറ് കൊടുക്കുന്നില്ല.
അത് ഈ പാലായിലെ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, പാലായുടെ വികസനത്തിന് എങ്ങനെയൊക്കെ വിഘാതം സൃഷ്ടിക്കാമോ അവിടെ മുഴുവൻ വിഘാതം സൃഷ്ടിച്ച് എന്നെക്കൊണ്ട് ചെയ്യാതിരിപ്പിച്ചാൽ അത് ഒരു ക്രെഡിറ്റായി മാറും. അടുത്ത തവണ ജയിക്കാം എന്നൊരു തെറ്റിദ്ധാരണ എതിരാളികളുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവരും ഭരണത്തിൻ്റെ ഭാഗമാണ്. സാർ ഇപ്രാവശ്യം ഈ ടേബിൾ MLA ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങേയറ്റം ക്ലിയർ ചെയ്തു. ഇങ്ങേയറ്റത്ത് അതുപോലെ തന്നെ പ്രശ്നമുണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. പക്ഷെ അങ്ങേയറ്റമല്ല, അതിനകത്ത് പകുതി ഭാഗത്തോളം പ്രോബ്ലം ആയിരുന്നു. അല്ല, പ്രത്യേകിച്ച് നാലുകോടി രാമപുരം തിരിയുന്ന ജംഗ്ഷനിൽ അതേ ആ സിവിൽ സ്റ്റേഷൻ മുതൽ RV ജംഗ്ഷൻ വരെ ഇതിൻ്റെ 3/4 ഭാഗത്തോളം വരുന്ന റോഡ് പ്രശ്നമായിരുന്നു. അത് ഞാൻ വന്നതിന് ശേഷം ശരിയാക്കിയത്. അപ്പം ബാക്കിക്കുള്ള അങ്ങേരത്തിലുള്ള ഫണ്ട് തരുന്നില്ല. സാങ്ഷൻ ചെയ്ത ഫണ്ട് പോലും ക്യാൻസൽ ചെയ്തു. നിയമസഭയിൽ അവതരിപ്പിച്ചു, പലവട്ടം പറഞ്ഞു ഇതിലോരോ കാര്യങ്ങളും. കല്യാണമൊക്കെ പാലത്തിൻ്റെ കാര്യം, ഈ കടവൂർ പാലത്തിൻ്റെ കാര്യം. പിന്നെ എനിക്ക് ഈ സമരാഭാസവും കല്ലേറും എന്നുള്ള സ്വഭാവമുള്ള ആളല്ല. ഞാൻ നിയമസഭയിലാണേലും പ്രതിഷേധിച്ച് വലിയ ഇറങ്ങിയാലും സൈഡിൽ നിന്ന് മാറി നിൽക്കത്തുള്ളൂ. അല്ല, രാജ്യസഭ MP കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ കടവൂർ പാലത്തിൻ്റെ ഗവൺമെൻറ്റിനെ കൊണ്ട് നടക്കുകയിൽ കണ്ടപ്പോൾ ഒരു സ്ത്രീയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു കോടതിയിൽ. എൻ്റെ ബ്രദറിൻ്റെ മകൻ വഴി കോടതി വിധിച്ചു ജൂൺ മാസം 10-ാം തീയതിക്കുള്ളിൽ കടവൂർ പാലത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തില്ല. നമ്മൾ കോടതിയിൽ ഇത് ക്വാർട്ടർ കേസ് ഫയൽ ചെയ്തപ്പം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ 8-ാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞ് കോടതി ഓർഡർ ഇട്ടു. എല്ലാം രേഖകളുള്ളതാണ്. മാർച്ച് 8-ന്. മാർച്ച് 2-ാം തീയതി ഒരു വാർത്തയാണ്, ജോസ് കെ മാണി കത്ത് കൊടുത്തു കടവൂർ പാലം നിർമ്മിക്കാൻ 2,39 ലക്ഷം രൂപ ഗവൺമെൻറ് അനുവദിച്ചു. എന്നാൽ ഈ കത്ത് നേരത്തെ കൊടുത്തൂടെ? ഇവരുടെ ഭരണമല്ലേ ഇരിക്കുന്നത്, ഇവരുടെ മുന്നണിയുടെ ഭാഗമാണല്ലോ പുള്ളി. അപ്പോൾ പുള്ളിയെ തോപ്പിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ വികസന പ്രവർത്തനം അതല്ലേ പറഞ്ഞ് അങ്ങേർക്ക് ചെയ്യാനില്ല. ഇനി എവിടെ ചെയ്യാനാ? 8 ദിവസം കൂടെ കാണും അങ്ങേയറ്റം. 18-ാം തീയതി ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നില്ലേ, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പടുപടാന്ന് പ്രഖ്യാപനം അവിടെ. ആ വഴിക്ക് 5 കോടി, മറ്റ് പല വഴിക്ക് 5 കോടി. ഇത് മുഴുവൻ കബളിപ്പിക്കാമെന്ന് ചിന്തിക്കാനുള്ള ബോധം പാലായിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറയുന്നത് നല്ല ഭൂരിപക്ഷത്തോട് പാല ജയിക്കും. സാറേ, ഈ തവണ സാറിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നത് ജോസ് കെ മാണിയും അതോടെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷോൺ ജോർജുമാണല്ലോ. അവരുയർത്തുന്നതായിട്ടുള്ളൊരു വെല്ലുവിളി എന്താണ് സാർ മനസ്സിലാക്കിയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല. അല്ല, പ്രത്യേകിച്ച് പാല ആഗ്രഹിക്കുന്ന പാലായുടെ വികസനമാണ്. ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിനും മറ്റേ കൊട്ടാരമറ്റം പ്രൈവറ്റ് സ്റ്റാൻഡിനും ഇടയ്ക്കുള്ള വികസനമേ പാലായിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വന്നതിന് ശേഷമാണ് ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തിയത്. ആ ഗ്രാമീണ ജനത അത് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഓർക്കുന്നു, അത് വോട്ടായിട്ട് മാറും. അത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഇലവിട പുഞ്ചിറ റോഡ് കൊടുത്തതിൻ്റെ മാത്രമാണ് മേലുകാവ് പഞ്ചായത്ത് 5300 വോട്ട് പോളിയെടുത്ത് എനിക്ക് 1800 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. അപ്പം ഗ്രാമീണ ജനത വർഷങ്ങളായി വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ഒരു പാലം അല്ലെങ്കിൽ ഒരു വഴി, 100 വീട്ടുകാർക്കുള്ളൊരു വഴി, ഇതൊക്കെ മുമ്പൊക്കെ ഇവിടെയുള്ള ജനപ്രതിനിധികൾ 10 ലക്ഷം രൂപ വെച്ചാൽ 2 ലക്ഷം രൂപ കൊടുക്കും. അത് കുറേശ്ശെ ഞാനിവിടെ 10 ചോദിക്കുന്നതുകൊണ്ട് പറയും ഇത് മതിയോ? അതിൻ്റെ സൈഡൊക്കെ അയരക്ഷയൊക്കെ നല്ല ടിപ്പ് ടോപ്പായിട്ട് പണിയുക, അതിനുള്ള എസ്റ്റിമേറ്റ് എടുക്കുക. ആ ചെയ്യുന്ന കാര്യം തീർത്ത് ചെയ്യും. അതിന് രാഷ്ട്രീയം നോക്കാറില്ല, ജാതിയും മതവും നോക്കാറില്ല. അങ്ങനെ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തതാണ്. സാറേ, ചോദിച്ചോളെ, നമ്മുടെ പാലാ അഭിമന്യ ബിഷപ്പ് ഒരു പ്രസ്താവന ചെയ്തപ്പോൾ പാലായിൽ ഇല്ലാത്ത ഒരു വർഗീയ സമൂഹം അദ്ദേഹത്തിനെതിരെ ഒരു ഭയങ്കരമായ ജാഥയൊക്കെ ഇവിടെ നടത്തി, നമ്മുടെ പാലാ ടൗണിൽ നടത്തി. അപ്പോൾ UDF ആ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊരു പേടി ജനത്തിലേക്ക്. ഏത് വിഭാഗത്തെ? അതായത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ച മുസ്ലിം വിഭാഗത്തെയാണ്. ലവ് ജിഹാദിനെതിരെ നമ്മുടെ പിതാവ് പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വലിയ പ്രകടനമൊക്കെ പാലായിൽ നടത്തി. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇരറ്റുപെട്ടെന്ന് ഇവിടുന്ന് സംഘടിതമായിട്ട് വന്ന് നിരോധിച്ച ഒരു സംഘടനയുടെ പേരിലാണ് അവിടെ വന്ന് നടത്തിയത്. അതപ്പം ഞങ്ങളൊക്കെ അവിടെ ചെന്നായിരുന്നു. അരമനയിലേക്ക് BJPക്കാർ വന്നായിരുന്നു, ഞാൻ പോയായിരുന്നു, പലരും ചെന്നായിരുന്നു. അതന്നുകൊണ്ട് തീർന്നു. അവരെ അറിയിച്ചിട്ട് വരുന്നെങ്കിൽ ഈ കേസ് പാലായി നടക്കില്ലായിരുന്നു. അതേപോലെ അതിനകത്ത് വ്യത്യാസമുണ്ട്. നിങ്ങൾ ചോദിച്ചു കൊണ്ടുവന്ന് ചാടിക്കാൻ ശ്രമിക്കുന്ന കാര്യം എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ തീവ്രവാദി സംഘടനകൾ ഇവിടെ വളർന്നേനെ.
അതില്ലാതിരിക്കുന്നതും വളരാതിരിക്കുന്നതിൻ്റെ കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി, ഒരു സംഘടന ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതിനിപ്പോൾ UDF സപ്പോർട്ട് ആകുമോ എന്നൊരു സംശയം ഞങ്ങൾക്കില്ലേ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞില്ല, അവർ വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ തീവ്രവാദികൾ ഇവിടെ വളരാതിരിക്കുന്നത്. അപ്പോൾ അവരോട് സഹകരിക്കും, മുസ്ലിം ലീഗിനോട് സഹകരിക്കുന്നതിന് എന്നാ കുഴപ്പം? അല്ലെ, സാറ് പറയുന്ന എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഈ തീവ്ര ചിന്താഗതിയുള്ള ആളുകളുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഇവിടെ UDFൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇത്തരം തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ വളരുന്നില്ല എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ സാറേ, അത് ഈ BJPക്ക് ഒരു വലിയ അനുകൂല ഘടകമായിട്ട് മാറുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ പാലാ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ടായപ്പോൾ ഈ BJPയുടെ പ്രവർത്തകരാണ് പാലാ ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നത് എന്നുള്ളൊരു ചർച്ച ജനങ്ങളുടെ ഇടയിൽ പല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തെറ്റാ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. BJPക്കാരാണ് ആദ്യം വന്നത്. കാരണം അവരുടെ സംഘടനയുടെ ആളുകൾ അരമനയുടെ തൊട്ടടുത്ത് ഉള്ളവരാണ്. മുത്തോലി പഞ്ചായത്ത് അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന പഞ്ചായത്ത്. അവിടെ മുത്തോലി പഞ്ചായത്ത് ഭരിക്കുന്നത് BJPയാണ്. അവരാണ് ഈ വിവരം പറഞ്ഞ് ആദ്യം വരുന്നത്, പിന്നീടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അതിലൊന്നും വലിയ കാര്യം അല്ല. അതുകൊണ്ടാണ് ഈ ഷോൺ ജോർജിന് വലിയൊരു പ്രതീക്ഷ, ഈ പാലായിൽ ഒരു വിജയസാധ്യത അദ്ദേഹം കണക്കുകൂട്ടുന്നതും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രതീക്ഷ ആർക്കും വേണേൽ ഉണ്ടാകാമല്ലോ. എനിക്ക് വേണേൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെന്നൊരു പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷയായിട്ട് നിൽക്കിയല്ലേ ഉള്ളൂ. അതൊന്നും ഓട്ടേ വരികയില്ല. അത് നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്നത് ഒരു മെയ് മാസം 15-ാം തീയതിക്ക് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം മുഴുവൻ കറക്റ്റ് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യങ്ങൾ, ഇപ്പം പല മതവിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്, ഏതൊക്കെ അനുകൂല സാഹചര്യങ്ങളാണ് സാറ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിരുദ്ധത നമ്പർ 1, അഴിമതി നമ്പർ 2, 3 ഈ ഭരണം മാറണം എന്നുള്ള ദൃഢനിശ്ചയം. അത് ഇടതുപക്ഷ അനുഭാവികൾക്ക് പോലും ഉണ്ട്. ഇനിയൊരു ഭരണം ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ CPM എന്ന് പറഞ്ഞ പാർട്ടി ബംഗാളി തള്ളിപ്പോയ പോലെ തള്ളിപ്പോകും എന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അല്ല, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചേരമർ സാമ്പോർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ KK സുരേഷ് സാറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ 9 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ഞങ്ങൾക്ക് ദളിത് സമൂഹത്തിന് ഒരു ഗുണവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തവണ പൂർണ്ണ രീതിയിൽ ഞങ്ങൾ UDFനെ പിന്തുണയ്ക്കാനായിട്ട് പോവുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് ഈ ദളിത് ക്രൈസ്തവ സമൂഹമുണ്ട്, അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, അവരുടെയൊക്കെ ഒരു പിന്തുണ UDFനും അതുപോലെ സാറിനും എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്? ദളിത് ക്രൈസ്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങളുടെ UDFൻ്റെ മാനിഫെസ്റ്റോയിലുണ്ട്. ആ മാനിഫെസ്റ്റോയിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കും. അപ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. സാറേ, ഈ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയും അവർക്കൊരു സീറ്റ് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇപ്പം CSDS പോലുള്ള പ്രസ്ഥാനമൊക്കെ ലക്ഷക്കണക്കിന് മെമ്പേഴ്സുള്ളതാണ്. അവർക്കൊന്നും ഒരു സീറ്റ് കൊടുക്കാൻ പോലും LDF UDF ഒന്നും തയ്യാറാകുന്നില്ല. പിന്നെ ഏത് രീതിയിലാണ് ഈ ദളിത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് സാറ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദളിത് സമൂഹത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്നാണോ? പൊളിറ്റിക്കലായിട്ട് അവരുടെ MLA-മാരും MP-മാരും ഉണ്ടാകുക എന്നുള്ളതാണോ? അല്ല, അവരുടെ MLA-മാരും MP-മാരും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതുപോലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് ദളിതനാണോ എന്ന് നോക്കുന്നില്ല. അവരുടെ കഴിവനുസരിച്ച് ജനം തിരഞ്ഞെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് പ്രവേശിക്കാം. അവരത് അതുവഴി വന്നാൽ അസംബ്ലിയിലേക്ക് വരാം. അത് വരാനുള്ള ഒരു സംഘടനയുടെ മുമ്പ് നിന്നുകൊണ്ട് ഇതിലേക്ക് വരാൻ ആളുണ്ടാവണം. ഓക്കെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്ലാനുകളാണ് ഈ സാറ് മുമ്പോട്ട് വെക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ വിഷൻ 2031 എന്ന് പറഞ്ഞ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അത് ആ പത്രത്തിലുണ്ട്. അതിനകത്ത് എറണാകുളം റെഗുലേറ്ററി കം ബ്രിഡ്ജ്, ഈ മീനച്ചിലാറിൻ്റെ 2 സൈഡിലും ഭിത്തി കെട്ടി അതിലൂടെ വാക്ക് വേ ലൈറ്റും ഒക്കെ ഇട്ട് കൊടുക്കും. ബോട്ടിംഗ് സൗകര്യം അതിനകത്തുണ്ടാവും. നൈറ്റ് ലൈഫ് ആകും. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല, ഈ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്ട്രാറ്റജിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച്. അല്ല, ജനത്തിന് എന്നെ അറിയാം, എനിക്ക് ജനത്തിനെ അറിയാം. ഞാൻ പറഞ്ഞു ഗ്രാമങ്ങളിലൂടെയാണ് ഞാൻ ഇറങ്ങി ചെന്നിട്ടുള്ളത്, പട്ടണത്തിലല്ല. ആ ഗ്രാമീണ ജനതയുടെ സ്നേഹവും താല്പര്യവും ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഈ പാലായെ സംബന്ധിച്ചിടത്തോളം സാറ് പറയുന്നത് ടൗണിൽ വികസനമുണ്ട്, എന്നാൽ ഗ്രാമങ്ങളിൽ വികസനം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. സാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം, ഒരു ജോലി എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ വികസനങ്ങളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്
സാറ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് പാലായുടെ MLA ആയി പ്രവർത്തിച്ച KM മാണി സാറ്, ഞാൻ നോക്കിയിട്ട് ഈ പറയുന്ന വികസനങ്ങളൊന്നും എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചില്ല. പാലയെക്കൂടെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഇത്രയും നാളും MLA ആയിരുന്നൊരു വ്യക്തി ചെയ്യേണ്ട ആ പറയുന്ന വികസനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. 52 കൊല്ലം അദ്ദേഹം MLA ആയിരുന്നു, 25 കൊല്ലം മന്ത്രിയായിരുന്നു. ചെയ്തതിനേക്കാൾ ഏറെയുള്ള കാര്യങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇൻ്റർഫിയർ ചെയ്തത്. ഇല്ലീഗൽ കല്ലും ഇലവിഴ പൂഞ്ചിറയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ട് പ്രഖ്യാപിക്കും. ദേശീയ ടൂറിസം മാപ്പിൽ വരും. വാഗമണ്ണിൽ നിന്ന് 11 കിലോമീറ്റർ ഇങ്ങോട്ട് റോഡ്, അമ്പടി റോഡ് കയറി വന്നു കഴിഞ്ഞാൽ ഈ ടൂറിസം ഇങ്ങോട്ട് വരും. അത് സിനിമ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സകല സൗകര്യങ്ങൾക്കും അത് ഗുണമാകും. ഇവിടെ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഹോം സ്റ്റേകൾ പ്രോത്സാഹിപ്പിക്കും. DTPCയെ കൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, കളക്ടറേറ്റ് ട്രെയിനിങ് കൊടുത്ത് 20 ലക്ഷം രൂപ കേന്ദ്രത്തിന് മുദ്രാ ലോൺ കിട്ടും. ആളുകൾക്ക് 2 4 സ്റ്റാർ ഹോട്ടൽസ്, 4 സ്റ്റാർ റൂംസ് പണിയാം. അവിടെ ഒരു കെയർ ടേക്കറെ വെച്ചാൽ വാഗമണ്ണി 10,000 15,000 വാടക, ഇവിടെ ഒരു 5,000 രൂപ വാടകയ്ക്ക് കൊടുത്താൽ ഗൂഗിൾ ഇട്ട് വരും, നോക്കി വരുമ്പോൾ സെർച്ച് ചെയ്ത് വരുന്നവൻ ഇവിടെ വരും. അത് ഈ ഇവിടുന്ന് പാലായിൽ നിന്ന് ചെല്ലണമെങ്കിൽ ഇലവിഴ പഞ്ചായത്തിൽ 40 മിനിറ്റ് മതി. അത്ര ഭംഗിയുള്ള റോഡാണ്. അവർ ഇലവിഴപ്പം ചില പോയി താമസിക്കേണ്ട, പാലായി താമസിച്ചിട്ട് വെളുപ്പിന ഈ നേരം ആകുമ്പോഴത്തേനും പോണ്ടി പോവുക. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നാടിന് മൊത്തം ഒരു വികസനമായി അത് മാറും. ഭരണി കാണാം, സെയിൻറ്റ് അൽഫോൻസാമ്മയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന, രാമപുരം കുഞ്ഞച്ചൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന, അവിടെയാണ് നാലമ്പലം സ്ഥിതി ചെയ്യുന്നത് രാമപുരത്ത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു മാസം ഇവിടെ വരുന്ന കർക്കിടക മാസത്തിൽ. ഇത് രണ്ടും പിൽഗ്രിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ട് പാലായ ഒരു ടൂറിസം ഹബ്ബാക്കി ഡിക്ലെയർ ചെയ്യും കേരളം. അത് കേന്ദ്രത്തിനെ കൊണ്ടുകൂടെ അത് പുറമെ ചെയ്യിപ്പിക്കുമ്പം ഇവിടെ ടൂറിസം മേഖലയിൽ ഒരു വലിയ വികസനം ഉണ്ടാകും. പിന്നെ കർഷകന് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന വിഭാഗം കർഷകന്. അതിൻ്റെ എപ്പോഴും നിൽക്കുന്നത് കാണാം, വാഴയൊക്കെ ഒടുങ്ങി വേനലായാൽ. ഈ വാഴ കർഷകർക്കും മറ്റെല്ലാ തരത്തിലുള്ള കർഷകർക്കും പെട്ടെന്ന് പെരിഷബിൾ ആകുന്ന ഐറ്റംസ് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു കോൾഡ് സ്റ്റോറേജ്, ഒരു 5,000 ടണ്ണിൻ്റെ കോൾഡ് സ്റ്റോറേജ് ഒരു 25 ഏക്കറിനകത്ത് എടുക്കുക. ആ കോൾഡ് സ്റ്റോറേജിന് ബാക്കി സ്ഥലങ്ങളും അവിടെ വെള്ളവും വെളിച്ചവും നല്ല 1-ാം തരം റോഡും കൊടുത്ത ശേഷം, കണ്ടെയ്നർ പോകാവുന്ന രീതിയിലുള്ള റോഡ് വേണം, അതും കൊടുത്തതിന് ശേഷം അത് ഈ വസ്തുവിനെ ആദ്യം കൂടെ കൂട്ടി ചാർജ് ചെയ്ത് പ്ലോട്ട്സ് കൊടുക്കും. അപ്പോൾ ഈ ഫാക്ടറിക്കകത്ത് ഈ കോൾഡ് സ്റ്റോറേജിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ വാഴച്ചുണ്ടും വാഴപ്പെട്ടിയും ഏത്തവാഴയുടെയും പാളയംകോട് വാഴയുടെയും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് വീടുകളിൽ ഉപയോഗിക്കുന്നല്ലാതെ കൊമേഴ്ഷ്യലായിട്ട് ആരും ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധനം സ്റ്റോക്ക് വേണം. കോൾഡ് സ്റ്റോറേജ് ഉണ്ട്, ഈ സാധനം അതേപടി ഇരിക്കും. അവിടെ സ്റ്റോക്ക് ഉണ്ട്, ഒരു 1000 ടണ്ണ്, ഒരു 100 ടണ്ണ് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രോസസ്സിങ്ങും ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ടെട്രാ പാക്കിലാക്കി കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വിദേശത്തേക്ക് കയറ്റിവിടാം. അത് നല്ല ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ അതുപോലെ ഓരോ ഐറ്റത്തിനും വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതനുസരിച്ച് കർഷകനും അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പം ഏത്തക്കായ്ക്ക് 23-24 രൂപ പാലായ വിലയുള്ളൂ. അവൻ്റെ ഒരു 60 രൂപ ആവറേജ് കിട്ടുകയും ഈ വാഴപ്പിണ്ടിക്കും വാഴച്ചുണ്ടും 10 രൂപ വരെ കിട്ടുകയും ചെയ്താൽ 80 രൂപ കിട്ടി. 20 രൂപ അഡീഷണലും കൊലയുടെ വെയിറ്റ് എന്താണോ അതനുസരിച്ചുള്ള കാശും കിട്ടിയാൽ. ഇപ്പോൾ 2 കാര്യങ്ങളാണ് സാറ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഈ വാഗമണ്ണും ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ ആ ടൂറിസം മേഖല ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ്. രണ്ടാമത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രധാനമായിട്ട് ഈ വാഴക്കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികളുണ്ടോ സാർ? എനിക്ക് പദ്ധതിയില്ല. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, തുറന്നു പറയുകയാണെങ്കിൽ 400 രൂപ കിട്ടിയാലും റബ്ബർ മുതലാകില്ല. ഒന്നാമത് ടാപ്പ് ചെയ്യാൻ ആളില്ല. ഇതിൽ ഈ പരിപാടിക്ക് ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഒരു മനുഷ്യൻ്റെ ഇവിടെ റബ്ബർ നയിക്കുന്നു, ഇതിന് മരുന്നടിക്കുകയോ വളമിടുകയോ ഒന്നും ആരും ചെയ്യുന്നില്ല. ഈ റബ്ബർ പുരയിടങ്ങളായിട്ടുള്ള, തോട്ടമായിട്ടുള്ള പറ്റിയല്ല, പുരയിടങ്ങളായിട്ടുള്ള വെട്ടി കളയാൻ തയ്യാറായിട്ട് അവിടെ സോളാർ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ 1 ഏക്കർ 100 ഏക്കർ 100 ഏക്കർ വീതമുള്ള സൊസൈറ്റികളാക്കണം. അവിടെ സൊസൈറ്റി ഫോം ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയിൽ ബാങ്ക് ഫിനാൻസ് ചെയ്യണം സോളാർ ഫിക്സ് ചെയ്യുന്നതിന്. സോളാർ ഫിക്സ് ചെയ്ത് 100 ഏക്കറിൽ ഒരു ബാറ്ററി സ്റ്റോർ ചെയ്യണം ഈ സാധനം. ഇതിൻ്റെ ഒരു അപ്പെക്സ് സൊസൈറ്റിയും ഒരു അതോറിറ്റിയും സെൻട്രൽ ഉണ്ടാവണം. അത് പീക്ക് ടൈമിൽ വിൽക്കണം. പീക്ക് ടൈമിൽ വിൽക്കുമ്പോൾ ഒരു യൂണിറ്റിന് 12 രൂപ മുതൽ 16 രൂപ വരെ കിട്ടും. 10% പവർ ഗവൺമെൻറ്റിന് 3.75 രൂപ കൊടുക്കണം. അതാണ് നിബന്ധന. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ചാർജ് താഴെ വരും. ഈ 1 ലക്ഷം ഏക്കർ ഇങ്ങനെ ചെയ്യാമെങ്കിൽ 40,000 കോടി രൂപ ഒരു വർഷം ഗവൺമെൻറ്റിന് ഈ 9%, 18% GST, 9% സ്റ്റേറ്റിനാണല്ലോ, ആ 9% ഇത് കിട്ടും. അങ്ങനെ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാകും, ക്യാഷ് ഫ്ലോ ഉണ്ടാകും.
കർഷകരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വർഷം ഇത് ഫിക്സ് ചെയ്തപ്പോൾ ഒന്നും കിട്ടത്തില്ല. രണ്ടാമത്തെ വർഷം 1.5 ലക്ഷം രൂപ കിട്ടും ഏക്കറിന്. മൂന്നാമത്തെ വർഷം 2 ലക്ഷം രൂപ കിട്ടും. കടബാധ്യത തീർന്നു കഴിഞ്ഞാൽ 4ാമത്തെ വർഷം മുതൽ 4 ലക്ഷം രൂപ വെച്ച് കൈ കിട്ടും. 15 കൊല്ലത്തെ വാറണ്ടിയുള്ള പ്രോജക്റ്റാണ്. ഞാൻ സാമ്പത്തിക സ്ഥിതി എവിടെ പോകും? അതെ സാറേ, ഈ കാർഷിക മേഖലയിൽ സംസാരിക്കുമ്പോൾ ഈ തലനാട് ഗ്രാമ്പു കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു ബ്രാൻഡായിട്ട് മാറ്റുന്നതായിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും മുന്നോട്ട് പോയോ? ഇന്ന് ബ്രാൻഡായിട്ട് മാറ്റി അതൊക്കെ കേഗ്രോ കയറ്റി വിടുന്നുണ്ട്. ബ്രാൻഡ് തലനാട് ഗ്രാമ്പും തന്നെ അങ്ങനെ ചെയ്യാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ഞാൻ പറയാം, ഇപ്പം കുട്ടനാട്ടിൽ വെള്ളം കയറ്റം മൂലം ആളുകൾ മുഴുവൻ പോവുക. ഒരു ചെറിയ വീടിനകത്തോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ ടോയ്ലറ്റുള്ള ഉൾപ്പെടെ പുറത്ത് വരിക. ഞാനൊരു സജഷൻ പറഞ്ഞാൽ എല്ലാവരും ഇല്ല, അതിന് പരിഹാരം ഉണ്ട്. അതൊരു കുട്ടിയെ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞതിൽ ഇവിടെ കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്നത്. അവിടുത്തെ തോടുകൾ മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്തു. 17 ലക്ഷം രൂപ കൃഷ്ണൻകുട്ടി ചേട്ടൻ മന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ചു. അത് ക്ലീൻ ചെയ്തോടെ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് കൊല്ലപ്പള്ളി വെള്ളം കയറിയിട്ടില്ല. ഇല്ല, അതേപടി പാലാ ടൗണിൽ 6 എങ്ങനെ നിൽക്കുന്നത് ശ്രദ്ധിച്ചോ? 6ൻ്റെ വീതി 100 അടിയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 100 അടിയാണെങ്കിൽ അതിനകത്ത് 15 അടി ചെളിയും ചേർന്ന് നിൽക്കുന്നു. അല്ല, അതിൻ്റെ 2 സൈഡിലും മരങ്ങൾ നിൽക്കുക. ഇത് വെട്ടിമാറ്റി വൃത്തിയാക്കി ഇത് തെളിച്ച് ഡെപ്തോട് കൂടി ആക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം പെയ്ത മഴ നമ്മൾ ഈ റെഗുലർ ചെക്ക് ഡാം വന്നാലും ആ ലെവലിൽ നിന്നിരിക്കില്ല. കാരണം മണ്ണിന് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞാൽ വെള്ളം വെള്ളത്തിന് കിടക്കും. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി നോക്കി, ഇത്രയും വരൾച്ചയുള്ള പ്രദേശമാണ്. എല്ലാ തോടും ആറും ചെക്ക് ഡാമുകളും നിറഞ്ഞല്ലേ കിടക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. മീനച്ചിലാറിൻ്റെ അങ്ങേറ്റം മുതൽ പാറ കിടക്കുക. ആ പാറ പൊട്ടിച്ചു വിറ്റാൽ ഗവൺമെൻറ് 12,000 കോടി രൂപ കിട്ടും. ഇന്നത്തെ മണൽ വരാൻ അനുവദിക്കണം. അതിന് പരിസ്ഥിതിക്കാരൻ നോക്കിയിട്ടില്ല. മണൽ വരാൻ അനുവദിച്ചിട്ട് ആ മണലും ചേറും സെപ്പറേറ്റ് ആക്കണം. ഈ ചേറും ചെളിയും ഇവിടുത്തെ മാത്രമല്ല, കുട്ടനാട്ടിലെ ഒരു 5000 ഏക്കർ പാടത്ത് ചേറും ചെളിയും മാത്രം ഇടുക. കുട്ടനാട്ടിലെ വേമ്പനാട്ട് കായലിലെയും കനാലുകളിലെല്ലാം ഉൾപ്പെടെയുള്ള ചേറും ചെളിയും കോരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 50,000 കോടി രൂപ ഗവൺമെൻറ് കിട്ടും 5000 ഏക്കർ ക്ലിയർ ചെയ്താൽ. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറയാം, കാലാവസ്ഥയും കാര്യങ്ങളും മാറുമ്പം ആ രീതിയിലുള്ള ചിന്താഗതികളോട് മുമ്പോട്ട് വന്ന് സർക്കാരിൻ്റെ പണമില്ല കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് മോങ്ങുന്നതിന് പകരം ഇത്തരം സംവിധാനങ്ങളിലൂടെ സാമ്പത്തികം ഉയർത്താനുള്ള സംവിധാനം ചെയ്യണം. മീനച്ചിലാറിന് ആഴം മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല. അതിൻ്റെ 2 സൈഡിലും വന്നടിഞ്ഞു കൂടിയിരിക്കുന്ന ചെളിയും മരങ്ങളും മാറ്റണം. ആ യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ ഒരു ആസ്തി പ്ലാനുണ്ട്. ആ ആസ്തിയിൽ എന്ത് വീതിയിലാണോ കയ്യേറ്റമുണ്ടോ അത് ഒഴിപ്പിക്കണമെന്നേ. ഞാനവിടെ കൊല്ലപ്പള്ളി ചെയ്തപ്പം തോടിൻ്റെ സൈഡിൽ കയ്യേറിയുണ്ടായിരുന്ന ഒറ്റ വരി തെങ്ങ് നേരെ വെട്ടിയെടുത്ത് ഊരോട്ട് കളഞ്ഞു. അവർ കയ്യേറിയതാ, അവർ നിഷേധിക്കാൻ പറ്റുമല്ല. ഇല്ല, ഇതുവരെ കയറിയില്ല. ഇനി കയറിയേക്കാം. കാരണം ഇപ്പം വീണ്ടും വന്ന് ഇത് 4 കൊല്ലം കൂടുമ്പോഴേലും ചെയ്യണം. ഈ ചേറും ചെളി അടിയുന്നത് അല്ല, അത് ചെയ്യും. പാലാ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചെയ്യണമെന്നുള്ള സജഷനാണ് നമ്മൾ വെച്ചത്. പാലായിൽ ഉറപ്പായിട്ടും ചെയ്യും. കാരണം ഈ വെള്ളം സ്മൂത്തായിട്ട് ഒഴുകാനുള്ള സൗകര്യം കൊടുക്കണം. ആ വെള്ളം അതിനകത്ത് നിലനിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതൊരു പ്ലാനിങ്ങോടുകൂടി, പക്ക പ്ലാനിങ്ങോടുകൂടി ഒരു പ്രൊഫഷണലായിട്ട് ചെയ്താൽ ഈ സാധനം എല്ലാം സക്സസ്ഫുൾ ആവും. ടൗണുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പദ്ധതികളാണ് സാറിന് ബന്ധപ്പെട്ട ഒറ്റ കാര്യമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ടൗണിലോട്ട് കയറി ഇനി പിടിക്കാൻ ഒന്നും ചെയ്യാനില്ല. കാരണം ഇട്ടാവട്ടത്തിനകത്ത് കിടക്കുക മുഴുവൻ. അല്ല, ഒരു നല്ലൊരു KSRT ബസ് സ്റ്റാൻഡ് പോലും അല്ല. KSRTC ബസ് സ്റ്റാൻഡിന് കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് 4.5 കോടി രൂപ അനുവദിച്ചു. 3 കോടി രൂപ അതാണ് ഞാൻ ഇവിടെ ചെയ്ത് ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പം അതിൻ്റെ ബാക്കിയെല്ലാം കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആകുന്നു. അല്ല, അങ്ങനെ ഞാൻ പറയാം, ആ ഇൻഫ്രാസ്ട്രക്ചർ പാലായിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തൊടുപുഴ ഓരോരു ഗ്രാമമായിരുന്നു. ഒരു കുഞ്ഞു ബസ് സ്റ്റാൻഡ്, ഒരു തുണിക്കട, ഒരു ചായക്കട, അവിടെ ഒരു TV, അപ്പുറത്തൊരു TC ഹോട്ടൽ. ഇതല്ലാതെ ഒന്നുമില്ലായിരുന്നു. ഇന്ന് തൊടുപുഴ നഗരമായി. പാല അന്നും പട്ടണമായിരുന്നു. ഇതാരായതിനെ ഉത്തരവാദി? എൻ്റെ പിതാവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു 56 മുതൽ 62 വരെ. ആ കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റിക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കിയത്. അന്ന് കുളിക്കടവുകളാണ് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. 16 കുളിക്കടവുകൾ ഉണ്ടാക്കി. പിന്നെ റോഡ് മുഴുവൻ ടാർ ചെയ്തന്ന് മുനിസിപ്പാലിറ്റിയാണ് ടാർ ചെയ്യേണ്ടത്. മുനിസിപ്പൽ ലൈബ്രറി വന്നു, RV പാർക്ക് കൊണ്ടുവന്നു, ആളുകൾക്ക് പോയിട്ട് പോയിരിക്കാൻ പിടിക്കാനൊക്കെ.
3 ഏക്കർ സ്ഥലത്ത് ഒരു മാർക്കറ്റ് വന്നു, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സംവിധാനം. അതാണ് ഇപ്പം മാർക്കറ്റ് കോംപ്ലക്സ് ആക്കി വന്നിരിക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നു. അന്ന് ആ ഒരു വിഷനോടുകൂടി മനുഷ്യനൊരു 25 വർഷത്തെ മുമ്പോട്ടുള്ള കാര്യമായിട്ടല്ല നോക്കുകയുള്ളൂ. അന്ന് ചെയ്ത ഫ്രെയിമിനപ്പുറം പാലാ പോയില്ല. അവിടെ പറ്റിയത് സിവിൽ സ്റ്റേഷൻ കൊണ്ട് ടൗണിനോട് കൊണ്ടുവച്ചു. മറ്റു പലതും ആ ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന് പോലും സ്ഥലമില്ല, പിന്നെയും കൊണ്ടുപോയി കെട്ടിടം പണിയാണ്. ഈ പാലാ നിയോജക മണ്ഡലത്തിലെ ഒരു റിലീജിയസ് പെർസെൻറ്റേജ് റേഷ്യോ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ക്രിസ്ത്യൻസാണ് കൂടുതൽ. ക്രിസ്ത്യൻസാണ് കൂടുതൽ. അപ്പോൾ ക്രിസ്ത്യൻസ്, പിന്നെ ഹിന്ദുസ്, മുസ്ലിംസിൽ 1%, 2% 1%. 4000 പേര് കാണും. LDF സർക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ശക്തമായ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഈ പെന്തക്കോസ്ത് സമൂഹത്തെ ഒരു സഭയായിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന കാര്യം അംഗീകരിക്കും മന്ത്രിസഭ തീരുമാനിച്ചു. സാറേ, പെന്തക്കോസ്റ്റൽ സമൂഹം എന്ന് പറയുന്നത് ഏതാണ്ട് 25 ലക്ഷം ആളുകളുണ്ട് കേരളം മുഴുവനും. അപ്പോൾ ഇതുവരെയും അവർ ഈ ട്രസ്റ്റ് സൊസൈറ്റി ആക്ടിലൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരൊരു സഭയായിട്ട് യാക്കോബായ കാത്തോലിക്ക സഭ പോലെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് പിണറായി വിജയൻ സഖാവിൻ്റെ ഗവൺമെൻറ് അതൊരു സഭയായിട്ട് അംഗീകരിക്കുകയാണ്. എപ്പോഴാണ്? അല്ല, അത് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു. ഗവൺമെൻറ് തീരാൻ സമയമുണ്ട്. അല്ല, പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് 5 കൊല്ലം മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ചെയ്യാറില്ലല്ലോ. അത് കൂട്ടായി ആലോചിച്ച് UDF എടുക്കേണ്ട തീരുമാനമാണ്. തീർച്ചയായും ഞാൻ അതിനെ പിന്തുണയ്ക്കും. അല്ല സാറേ, അത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. 25 ലക്ഷം പെന്തക്കോസ്ത് സമൂഹമുണ്ട്. അപ്പം ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടെ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഒരു ചായ്വ് ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ വരുന്നത്. പ്രഖ്യാപിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് അതൊരു സാധ്യതയാണോ? സാധ്യതയല്ല എന്നാണ് സാർ ഇപ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ UDF ആണ് ഇനി അധികാരത്തിൽ വരുന്നെങ്കിൽ അതൊരു പരിഗണനയായിട്ട് എടുക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, പരിഗണനയായിട്ട് എടുക്കും. ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവർ പ്രഖ്യാപനങ്ങളേ ഉള്ളൂ, ഞങ്ങൾ പ്രവൃത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് അങ്ങനെ ഒരു സഭാ പദവി പ്രതീക്ഷിക്കാം. സമൂഹം യോജിച്ച് നിൽക്കുമെങ്കിൽ ഓരോ സമൂഹത്തിന് സഭയാക്കാൻ പറ്റും. നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഓക്കെ സാർ, ഇനി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ UDF ലഭിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? 100 സീറ്റ് മേളിയേക്കും. 100 സീറ്റ് മേളിക്കുകയാണ്. അതിനനുകൂലമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ അഴിമതിയാണ് എന്നുള്ളതാണ് സാറ് പ്രധാനമായിട്ട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നിപ്പോൾ പറയാൻ പറ്റില്ല, എങ്കിലും അതിനെക്കുറിച്ചുള്ള വിവാദം ഉണ്ടോ? ഇല്ല, ഒരു വിവാദമില്ല. ഇല്ല, ഇപ്പോൾ KC വേണുഗോപാൽ ഒരു വിവാദമില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോളൂ. മുഖ്യമന്ത്രി ആരും ആകട്ടെ, പാലായ്ക്കൊരു മന്ത്രിയെ പ്രതീക്ഷിക്കാം. അത് അവർ തീരുമാനിക്കേണ്ടി വരും. UDF തീരുമാനിക്കേണ്ട. ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് അവർ തീരുമാനിക്കും. ഓക്കെ സാറിൻ്റെ സഹായമായി ബന്ധപ്പെട്ടതും നിലവിൽ കോമൺ ആയിട്ട് നമുക്ക് ചെയ്ത് സർക്കാരിന് ഇൻകം ഉണ്ടാക്കുന്നതായ ചില പദ്ധതികൾ ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് UDF. അതിൻ്റെ ആൻറ്റി സ്ക്രീനിങ് കമ്മിറ്റി കൂടി അത് തയ്യാറാക്കി മാനിഫെസ്റ്റോ ഇറങ്ങും. ആ മാനിഫെസ്റ്റോ ഇറങ്ങുമ്പോൾ ഈ ഐറ്റംസിലാണ്. അപ്പോൾ എന്തായാലും സാറിനൊരു വിജയ ആശംസകൾ നേരുന്നു. താങ്ക് യു.